ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ ഷാനവാസ് നെവിൻ ഫൈറ്റിൽ നെവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ, ഷാനവാസിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ, എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നത് നെവിൻ തുടക്കത്തിൽ ഈ മോഷണവും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് ഒരു ഫണ്ണായിരുന്നു, എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. നെവിൻ മോഷ്ടിച്ച സാധനങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കാത്ത ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് സംശയമാണ്. ഓൾമോസ്റ്റ് എല്ലാവരും ഒക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട്. ഈവൻ ഷാനവാസ് പോലും കട്ട മുതൽ തിന്നിട്ടൊക്കെ ഉണ്ട്, അക്ബർ തിന്നിട്ടുണ്ട്, നെവിൻ കട്ട മുതൽ പലരും തിന്നിട്ടുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ ആയപ്പോൾ നെവിൻ ഇതൊരു സ്ഥിരം രീതിയിലേക്ക് മാറി. അതായത് നെവിൻ എപ്പോഴും കട്ടെടുക്കുന്നു, എപ്പോഴും ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന സാധനങ്ങൾ. അപ്പം അങ്ങനെ വന്നപ്പോൾ ഷോർട്ടേജ് വരാൻ തുടങ്ങി സാധനങ്ങൾക്ക്. അപ്പം നെവിൻ എടുക്കുന്ന കാണുമ്പോൾ മറ്റുള്ളവർ എടുക്കാൻ തുടങ്ങി. അനുമോൾ എടുത്തു, ആര്യൻ എടുത്തു, ജിസേൽ പിന്നെ പണ്ട് തൊട്ടേ നെവിനെ പോലെ തന്നെയാണ്. ഓരോരുത്തർ അവരവർക്ക് തോന്നുന്നത് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് റേഷൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക? അപ്പം നെവിൻ ഈ ഒരു പ്രവൃത്തി നിർത്തണമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനി അത് തമാശയല്ല. ബിഗ് ബോസ് 10-40 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 1-2 ദിവസം തമാശയായിട്ട് ആൾക്കാർ കാണും. കളി കൂടുതൽ മുറുകുന്ന സമയത്ത് ഇത് തമാശയായിട്ട് തോന്നില്ല. മാത്രമല്ല ഒരല്പം ഓവറായിട്ടുണ്ട് നെവിൻ ഈ കാര്യത്തിൽ. നെവിൻ്റെ ഇത്തരം എൻ്റർടൈൻമെൻറ്റുകളുടെ ടൈം കഴിഞ്ഞു. നെവിൻ സീരിയസ് ആയിട്ട് ഗെയിമിലേക്ക് ഇറങ്ങേണ്ട ഒരു ടൈമാണ് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ വിഷയം വന്നു കഴിഞ്ഞാൽ ജിഷിൻ, ക്യാപ്റ്റനായിട്ടുള്ള ജിഷിൻ പറഞ്ഞു കിച്ചണിൽ നിന്ന് വേറെ ആരും കയറി ഒന്നും എടുക്കാൻ പാടില്ല. എന്തെങ്കിലും വേണമെങ്കിൽ കിച്ചൺ ടീമിനോടും ക്യാപ്റ്റനോടും ചോദിച്ചിട്ട്, കിച്ചൺ ക്യാപ്റ്റനോടും ചോദിച്ചിട്ടേ എടുക്കാവൂ. എനിക്ക് തോന്നുന്നു കിച്ചൺ ക്യാപ്റ്റൻ അനുമോളാണ്. അപ്പോൾ മല്ലിയിലയെന്നല്ല, മൊട്ടുസൂചിയാണെങ്കിലും അത് കിച്ചണിൽ ഇരിക്കുന്ന സാധനമാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കിച്ചൺ ക്യാപ്റ്റനാണ്. ഇന്നത്തെ ഹൗസ് ക്യാപ്റ്റനാണ് തീരുമാനമെടുത്തത്. പുതിയ നിയമം കൊണ്ടൊന്നും ആരും എടുക്കാൻ പാടില്ല എന്ന്. ആ നിലയ്ക്ക് നെവിൻ കയറി മല്ലിയില എടുത്തപ്പോൾ അനുമോൾ അത് ചെയ്യരുതെന്ന് പറയുന്നു. ഷാനവാസ് ഈ സമയത്ത് അവിടേക്ക് വരുന്നു. ഈ കാര്യം അനുമോൾ അവിടെ ഉള്ളവരോടൊത്ത് പറയുന്നു. ഷാനവാസ് ഇതിൽ കയറി സംസാരിക്കുന്നു. പിന്നെ പുള്ളിക്ക് ടെമ്പർ തെറ്റുന്നു. നെവിനും ഷാനവാസും തമ്മിൽ ഓൾറെഡി ഒരു ഉടക്കം അവിടെ ഉണ്ടായിരുന്നു. ആ വഴക്കിൻ്റെ ഇടയിലാണ് ഗ്ലാസ് ഒക്കെ വീണ് പൊട്ടുന്നത്. ഷാനവാസ് ഓവർ അഗ്രസീവായി എന്നതിൽ ഒരു തർക്കവും എനിക്കില്ല. പക്ഷെ പുള്ളി പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ട്. എന്ന് വെച്ച് പുള്ളി പുണ്യാളനാണെന്നും പറയാൻ പറ്റില്ല. പുള്ളിയും നെവിൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ച് തിന്നിട്ടുള്ള ആൾ തന്നെയാണ്. പക്ഷേ എങ്കിലും ഇന്ന് പുള്ളി പറഞ്ഞ പോയിന്റാണ്, അങ്ങനെ ഒരാൾ മാത്രം ഒരു പ്രിവിലേജ് ഇവിടെ ഇല്ല. ഒരാൾ തോന്നും പോലെ എടുത്തുകൊണ്ടിരുന്ന എല്ലാവരും എടുക്കും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക? ഷാനവാസിന്റെ പോയിന്റ് ക്ലിയർ ആണ്. ബട്ട് ഒരു കാലത്ത് ഷാനവാസും ആ കൊള്ള മുതൽ പങ്കിട്ടെടുത്ത ആൾ തന്നെ ആയിരുന്നു. മൊത്തത്തിൽ ഇന്നത്തെ വിഷയങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നെവിന്റെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ട്. പലരും ചോദിക്കുന്നത് അയ്യോ ഒരു മല്ലിയിലയല്ലേ എടുത്തുള്ളൂ എന്നാണ്. നെവിനിപ്പോൾ ഒരു മല്ലിയില എടുത്തു, വേറൊരാൾ കുറച്ച് കഴിഞ്ഞ് വന്നൊരു പച്ചമുളക് എടുക്കും, മറ്റൊരാൾ കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് ഒരു കഷ്ണം വെണ്ടയ്ക്ക എടുക്കും, അടുത്തയാൾ തക്കാളി എടുക്കും, അത് കഴിഞ്ഞ് പിന്നെ പേരയ്ക്ക എടുക്കും, ആപ്പിൾ എടുക്കും, പഴം എടുക്കും, മുട്ട എടുക്കും. അയ്യോ ഒരു മുട്ടയല്ലേ, അയ്യോ ഒരു തക്കാളി അല്ലേ, അയ്യോ ഒരു പേരയ്ക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് മല്ലിയില ആയാലും മറ്റേ പഞ്ചസാര ആയാലും ഉപ്പായാലും അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ കിച്ചൺ ക്യാപ്റ്റൻ്റെ പെർമിഷനോടെ മാത്രം എടുക്കുക. നീ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും പെർമിഷൻ കൊടുക്കേണ്ട കാര്യമില്ല. കിച്ചണിൽ കിട്ടുന്ന സാധനങ്ങൾ എല്ലാവരും ഈക്വലായിട്ട് ഷെയർ ചെയ്ത് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതിനപ്പുറം ഓരോരുത്തരും തന്നിഷ്ടപ്രകാരം ഉണ്ടാക്കി കഴിക്കുന്ന പരിപാടി ബിഗ് ബോസിനകത്ത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നെവിൻ ആ തമാശകൾ അവസാനിപ്പിച്ച് നെവിൻ്റെതായ ഒരു ഗെയിമിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ നെവിന് പിന്നീട് അത് നെഗറ്റീവായിട്ട് വരികയേ ഉള്ളൂ. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.